Assalamualaikum. Eid Mubarak. Eid Mubarak. Guys, Welcome to my channel. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. ഇതെല്ലാം നമ്മുടെ ഈദ് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. യോവൻ്റെയും എൻ്റെ എല്ലാം നോക്കിയ വാച്ചും അവരുടെ കണ്ണാടി ഓന് എടുത്തിട്ട് ഇട്ടത്. പിന്നെ എല്ലാവർക്കും നമ്മളെ കുടുംബത്തിലെ വക ഈദ് മുബാറക്. നമ്മളെ നോക്കിക്കോ, ഈ കണ്ണാടിയിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിരിക്കും കാണാൻ പറ്റുക, നല്ലൊരു കളർ ആയിരിക്കും കാണാൻ പറ്റുക. പിന്നെ ഇവന്റെ വാച്ചെല്ലാം നോക്ക്, ഇതാ സൗണ്ടെല്ലാം കേട്ടോ. ഏത് വാച്ച് ഇത്? പിന്നെ ഞാൻ ഉപ്പ അടുത്ത വാച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതാ നോക്ക്, തുളിലി തുളിലി എല്ലാം പാട്ട് പാടുന്നു. ഇതാ ചുറ്റിനും പായുന്നു കേട്ടോ. വാച്ചൊന്നും ഇതാ ലൈറ്റ് ചുറ്റിനും പായുന്നു, താഴേക്കുള്ള പാഞ്ഞുകൊണ്ട് പോകുന്നു. ഇതാ സൗണ്ടെല്ലാം ഉണ്ട്, തുളി ലൂലി നല്ല പാടുന്നു. നമുക്ക് കൊറേ കുടുംബത്തിലോട്ട് പോവാൻ കേട്ടോ. അപ്പം അതെല്ലാം പോയിട്ട് കാണിക്കട്ടാ. ഇപ്പം നമ്മൾ രാവിലെ എണിച്ചപ്പോൾ നല്ല സൂര്യനെ ഉദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ നെയ്പ്പത്തരി ചൂടുകയാണ്. രാവിലെയാണ് പെരുന്നാളിൻ്റെ. എല്ലാവർക്കും ഈദ് മുബാറക്. നെയ്പ്പത്തലെല്ലാം ചുട്ടതിന് ശേഷം പള്ളിക്ക് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം എല്ലാവരും തിന്ന് കുളിച്ച് മാറ്റിയതിന് ശേഷമാണ് എല്ലാവരും കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം മാറ്റി പള്ളിക്ക് പോയത്. പിന്നെ നമ്മൾ വേഗം തിന്നു. നമുക്ക് മസാലക്കുള്ള കോഴിയുടെ മുകളിൽ പെരുക്കി വെച്ചിട്ടുണ്ട്. മസാല ആക്കാനുള്ള കോഴി പെരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കോഴി പൊരിക്കുകയാണ്. എണ്ണയിട്ട് നന്നായി പൊരിച്ചെടുക്കുകയാണ്. ബിരിയാണിക്കുള്ള കോഴിയാണ് പൊരിക്കുന്നത്. അങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സെല്ലാം ഇസ്ത്രി ഇടുകയാണ്. രാവിലെ നമ്മൾ അയൺ ചെയ്തത്. അപ്പം അയൺ ചെയ്തെടുക്കുകയാണ് ഡ്രസ്സിനെല്ലാം, നമ്മൾ ഇടുന്ന ഡ്രസ്സിന്. ഇതെല്ലാം നമ്മളെ ഇതിൻ്റെ ഡ്രസ്സ് കേട്ടോ. അപ്പം അതെല്ലാം ഫോട്ടോ ഉണ്ട്, അപ്പോൾ അതെല്ലാം കാണും നിങ്ങൾക്ക്. പിന്നെ പള്ളിയിൽ തക്ബീറ ചൊല്ലുകയാണ്. എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കറിക്ക് വേണ്ടി, മസാലയ്ക്ക് വേണ്ടി ആണ്. മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടുണ്ട് മസാലയിലേക്ക്. കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്, പേസ്റ്റും ചിക്കൻ കലക്ക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. ചിക്കൻ പൊരിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ. ഇളക്കിയാണ്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കുകയാണ്. ബിരിയാണിക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് മസാല ഇട്ട് കൊടുത്തിട്ട് കരാഞ്ചപ്പല ഇട്ട് കൊടുത്തു, ഏലക്കായും മസാല ഐറ്റംസ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഉണക്ക മുന്തിരി ഇട്ട് നന്നായി വാട്ടിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ ക്യാരറ്റും ഇട്ട് കൊടുത്തു, നന്നായി വാട്ടിയെടുത്തു. പിന്നെ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കൂടി അധികം വേണം കേട്ടോ, അരിക്ക് ആവശ്യമായിട്ടുള്ള അരി വെള്ളം. പിന്നെ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു. നമ്മളെ ഗീ റൈസ് പറഞ്ഞാൽ നെയ്യ് തന്നെയല്ലോ, അതുകൊണ്ടാണ് മെയിനായിട്ട് വേണ്ടത്, നെയ്യാണ് വേണ്ടത്. പിന്നെ അരി കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിയും വെള്ളം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ അരി തിളച്ച് വന്നിട്ടുണ്ട്. ഫൈനലി നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്.
ഇനി ബിരിയാണി ഉണ്ടാക്കാനാണ്. അതിന് മസാലയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യം നമ്മൾ മസാലയാണ് പത്തിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ദമ്മിട്ട് വെക്കാൻ പോവുകയാണ്. എൻ്റെ മണ്ടയിലോട്ടൊക്കെ ചോറ് വിതറുകയാണ്. ചോറ് വിതറിനു ശേഷം മസാലയും ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക്. പിന്നെ അതിൻ്റെ മുകളിലും ചോറ് ഇട്ട് കൊടുത്തു ദമ്മിടുകയാണ്. ഇതിനായിട്ട് കുറച്ച് മല്ലിച്ചപ്പെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും എല്ലാം എടുക്കുകയാണ്. എൻ്റെ അനിയൻ്റെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. അവൻ ടീഷർട്ടും ട്രാക്ക് പാൻറ്റാണ് ഇട്ടിട്ടുള്ളത്. ഒരു കണ്ണാടികളും വെച്ചിട്ട്. പിന്നെ മൂത്ത അനിയൻ്റെ ഇതാണ് കേട്ടോ ഡ്രസ്സ്. അങ്ങനെ രണ്ടാൾ അപ്പുറം കൈ കൊടുത്തിട്ട് എന്തെല്ലാം ആക്കിയിട്ടാണ് കളിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എവിടെയാ പോകുന്നാലി? കുഞ്ഞണ്ടടിയാണ്. അപ്പം നമ്മൾ ഇവിടെ കുടിക്കാൻ പോകുന്നത്. റോട്ടിലേക്ക് അടിയിട്ട് പോയാൽ കുറച്ച് ദൂരമാണ്. അപ്പം നമ്മൾ ഇതിലെ ഇടവയിലേക്ക് വിട്ട് പോകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. അപ്പം നമ്മൾ ഇതിലേ കുടിക്കാൻ പോകുന്നത്. ഇവിടെ എത്തി അലി. അപ്പം നോക്കൂ, ഇവരൊക്കെ ഭയങ്കര നടുത്തുമാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ സ്പീഡ് പോകുന്നത് പാട്ടാണ് കേട്ടോ ഗൈസ്. നിങ്ങളുടെ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും കേട്ടാട്ടുണ്ടെങ്കിൽ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കേട്ടാട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ മൊത്തം പാട്ട് പാടിക്കൊണ്ട് പോവുകയാണ്. എന്താ പറയുന്നത്, ഇത് നമ്മുടെ പുതിയ വരിയാണ്. ഏത് വരിയാണെന്ന് നമ്മളെ വരയില്ല, അരികൂറുള്ള വരിയാണ്. അപ്പം ഇവൻ്റെ സ്കൂളിൻ്റെ കെട്ടിടമാണിത്. ഇതല്ല കേട്ടോ, അപ്പുറത്തെയാണ് ഇവൻ്റെ സ്കൂളിൽ. ഇവൻ്റെ ക്ലാസ് ഈ കെട്ടിടത്തിലാണ്. ഇവൻ്റെ സ്കൂൾ കണ്ടോ, ഇതൊക്കെ മുതിർന്ന ക്ലാസ്സുകാർക്കാണ്. അതവൻ്റെ വാൻ കണ്ടില്ലേ. സ്കൂളിൻ്റെ അടുക്കാൻ ഒരു പള്ളിയും കൂടിയുണ്ട്. ഇനിയും കുറച്ചും കൂടിയേ പോകാനുള്ളൂ. അല്ലേ. എത്തും. പിന്നൊരു മിനിറ്റ് പോകുന്ന നടന്നാൽ മതി. പോകാൻ പറഞ്ഞ 5 മിനിറ്റ്സ്. ഇതാണ് കര. അപ്പോൾ നമ്മൾ കുഞ്ഞാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായ വിഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അവിടെ 2-3 തരം അപ്പം ഉണ്ടായിരുന്നു. ജ്യൂസാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കുറച്ച് ബിസ്ക്കെല്ലാം സംസാരിച്ച് പിന്നെ നമ്മൾ മടങ്ങി. പിന്നെ നമ്മൾ മൂത്താൻ്റെ പേർക്കും പോകാനുണ്ടായിരുന്നു. കുറച്ച് അതിഥികളുടെ പേർക്കെല്ലാം പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ സ്കൂള് ഇത് വലിയ കുട്ടികൾക്കാണ്. അപ്പം അതിൻ്റെ ബസ് അത് അവിടെയും ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ആ ബസ്സിൽ തിരുത്താനും ബസ്സുണ്ട്. അപ്പം നമ്മളെ ബസ് ഇതാണ്. അതിൻ്റെ നിൻ്റെ ക്ലാസ് അവിടെ. അപ്പം അതിൻ്റെ ബാക്ക് 3 ക്ലാസ് ഉണ്ട്. ഇവിടെ ഒരു ക്ലാസ്സാണ് മുമ്പിൽ. അതിൽ ഓൻ്റെ ക്ലാസ് എവിടെയല്ലോ കൊണ്ടൊരു ഇരിക്കരുത് എന്നാണ് പറയുന്നത്. ഒരിക്കൽ ആടുണ്ടെങ്കിൽ ഒരിക്കൽ ഇടുണ്ടാവും, ഒരിക്കൽ അപ്പുറം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ ക്ലാസ് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി ക്ലാസ് ആക്കുന്നത്. നമ്മൾ നല്ലൊരു പേര നോക്കിയിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല മനോഹരമായിട്ടുള്ള ഇതെല്ലാം നോക്കി ഫോട്ടോ എടുക്കുകയാണ്. അത് ഈ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ
പോവുന്ന കാഴ്ചയാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മൂത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ്. അവർ രണ്ടാളും അപ്പുറം ഇപ്പുറം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് മൂത്താനല്ല, അത് പോറാറിന് ഇവിടെ വന്നിട്ട് പറ്റതുള്ളൂ. അപ്പൊ നമ്മ മെയ് 1 ഈ പൂച്ചനെ കൊണ്ടുവരാൻ വരും. മെയ് 1 ഏപ്രിൽ 1. അവിടെ ജ്യൂസും അപ്പെല്ലാം ഉണ്ടായിരുന്നു. അവിടെ റോളും എന്തെല്ലാം തരം അപ്പങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ചു. പിന്നെ നമ്മൾ പേരക്കേക്ക് മടങ്ങി പോക്കലാണ്. പോയിട്ട് വന്നു. അവിടെ വന്നതിന് ശേഷം നമ്മൾ ബസ്സിൽ നേരെ മാമാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ സൈഡ് സീറ്റ് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇപ്പോഴത്തെ സൈഡ് സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബസ് വീട്ടിലെത്തിയിട്ടുണ്ട്. മാമാൻ്റെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഇത് ലത്തീഫിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ്. ഷാക്കിയും ആലിയെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ കാണുന്നത്. പിന്നെ മാമാൻ്റെ അവിടെ വന്നതിന് ശേഷം അളയന്മാരുടെ പെരക്ക് പോവുകയാണ്. ഇതാ നമ്മൾ ആദ്യം തന്നെ ഈ അളയന്മാരുടെ പെരക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ചെരുപ്പൂരി കയറിയാണ് പോയിട്ടും. നെക്സ്റ്റ് അളയപ്പാൻ്റെ പെരക്ക് പോവുകയാണ്. അപ്പം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് പര. അപ്പം നമ്മൾ 2ാം അളയപ്പാൻ്റെ പെരക്ക്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറെ വീട്ടിൽ പോയപ്പോൾ അവിടെ അപ്പലുണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലായിടത്തും പോയി തിരിച്ച് മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ചോറ് എടുക്കാൻ വരുമ്പോൾ പകുതി ചോറെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പകുതി എല്ലാവരും വെയിച്ച് വരുന്നതാണ്. അപ്പം ഞങ്ങളാണ് ലാസ്റ്റ് വെച്ചത്. അപ്പം ഇതാണ് ചോറ് കേട്ടോ. അപ്പോൾ വയ്ക്കുന്ന കാഴ്ചകളെല്ലാം കാണാം. ചോറ് വായിച്ചതിന് ശേഷം മാമാൻ്റെ വീട്ടിലെ ഒരു മരമാണ്. അതിൽ എന്തോ ഒരു കായ് പിടിക്കുന്നു. ബ്ലാക്ക് ബെറി അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവർ ലൈക്ക് അടിയോ. അത് നല്ല ഉണങ്ങി വന്നിട്ടാകുമ്പോൾ നല്ല മധുരമുണ്ട്. പച്ച തിന്നാൽ നല്ല പുളിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അത്. പിന്നെ രാത്രിയത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. രാത്രി ഫുഡ് കഴിക്കുന്നത് ഇത് ഞങ്ങളെ വീട്ടിൽ നിന്നാണ്. ഉച്ചയ്ക്ക് നമ്മൾ മാമാൻ്റെ വീട്ടിൽ നിന്നാണ് ചോറ് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് രാത്രിയത്തെയാണ്. രാത്രി ചോറ് ഉമ്മ വെച്ചിന് ബാക്കിയുള്ള ചോറാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സോസും കൂട്ടിയിട്ടാണ് ചോറ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോസും കൂട്ടി വയ്ക്കാൻ. അതിൻ്റെ കൂടെ തന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈദ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ബായ്. അസ്സലാമു അലൈക്കും.